തൃശൂർ പൂരം പഴയ പെരുമയോടെ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇത് ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണ്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിരുന്നു. തൃശൂർ പൂരം മനോഹരമായി നടത്തിയിരുന്ന, അത് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാലം നമുക്കേവർക്കും ഉണ്ടായിരുന്നു. പൂരം ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണ്. ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ എന്നും അത് നിയമമാണെന്നും സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. തൃശൂർ പൂരം ജനങ്ങളുടെ ഉത്സവമായി മാറ്റണമെന്നും ഇക്കാര്യം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സംഘത്തെ തന്നെ അയച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. പൂരം വെടിക്കെട്ട് ആസ്വദിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ വരുമെന്ന് സുരേഷ് ഗോപി. വെടിക്കെട്ട് പഴയ പോലെ ആസ്വദിക്കാൻ ആളുകൾക്ക് കഴിയണമെന്നും ഹൈക്കോടതിയുടെ അനുമതി ഇതിനായി ഉടൻ വാങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വരാജ് റൗണ്ടിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെടിക്കെട്ട് ആസ്വദിക്കാൻ ആള് നിർത്താനാണ് ശ്രമം. വെടിക്കെട്ട് പുരയും സ്വരാജ് റൗണ്ടും തമ്മിലുള്ള അകലം പരിശോധിച്ച് പുതിയ റിപ്പോർട്ടും നൽകും. കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നും സുരേഷ് ഗോപി പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു. വെടിക്കെട്ട് പഴയ പോലെ ആസ്വദിക്കാൻ ആളുകൾക്ക് കഴിയണമെന്നും ഹൈക്കോടതിയുടെ അനുമതി ഇതിനായി ഉടൻ വാങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വരാജ് റൗണ്ടിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെടിക്കെട്ട് ആസ്വദിക്കാൻ ആളെ നിർത്താനാണ് ശ്രമം. വെടിക്കെട്ട് പുരയും സ്വരാജ് റൗണ്ടും തമ്മിലുള്ള അകലം പരിശോധിച്ച് പുതിയ റിപ്പോർട്ടും നൽകും. കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പൂരം വെടിക്കെട്ട് ആസ്വദിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ വരുമെന്ന സുരേഷ് ഗോപി. വെടിക്കെട്ട് പഴയ പോലെ ആസ്വദിക്കാൻ ആളുകൾക്ക് കഴിയണമെന്നും ഹൈക്കോടതിയുടെ അനുമതി ഇതിനായി ഉടൻ വാങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വരാജ് റൗണ്ടിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെടിക്കെട്ട് ആസ്വദിക്കാൻ ആളെ നിർത്താനാണ് ശ്രമം. വെടിക്കെട്ട് പുരയും സ്വരാജ് റൗണ്ടും തമ്മിലുള്ള അകലം പരിശോധിച്ച് പുതിയ റിപ്പോർട്ടും നൽകും. കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നും പൊതുജനങ്ങൾക്ക് സുഗമമായി വെടിക്കെട്ട് കാണുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതേസമയം ഹൈക്കോടതി പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും എല്ലാം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ തൃശൂർ പൂരത്തിന്റെ വേദന താൻ അറിഞ്ഞതാണെന്നും കോടതി പറയാത്ത കാര്യങ്ങൾ പോലും അരങ്ങേറിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ കളക്ടറേറ്റിൽ കേന്ദ്രമന്ത്രി വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അപകടരഹിതമായ അന്തരീക്ഷമുണ്ടെങ്കിൽ തൃശൂരിൽ ശിവകാശി മോഡലിന് ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിന് മുന്നോടിയായി തൃശൂരിലെ പടക്ക നിർമ്മാണശാലകൾ കേന്ദ്രമന്ത്രി സന്ദർശിച്ചിരുന്നു.